ഹലോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നേരെ മുരുടേശ്വർ, പിന്നെ കുടജാദ്രി, അപ്പം അങ്ങനെ ഒരു ഉടുപ്പി, അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ. ഗാന്ധിധാമം എന്ന് പറഞ്ഞ ട്രെയിനിലാണ് പോകുന്നത്. അപ്പം നമുക്കിനി ബാക്കി കാഴ്ചകൾ കാണാം. ഞങ്ങൾ പോകുന്നതിന് അന്ന് തന്നെ നല്ല മഴയായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് ട്രെയിൻ ഏകദേശം ഒരു 4:15 വരുന്നത്. നമുക്ക് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമ്മളോട് ഒരു 9 പേരോളം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അപ്പം നമുക്ക് കാണാം, ഭയങ്കര മഴയാണ്. അപ്പോൾ നമുക്ക് കാണാം. ആൻഡ് ഫൈനലി ഞങ്ങളുടെ ട്രെയിൻ വന്നെത്തി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ എല്ലാവരും പല പല സ്ഥലങ്ങളിലാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ കാലിയായിട്ടിരുന്നൊരു സ്ഥലത്ത് കയറി എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലാണ്. കുറച്ച് പാട്ടുകളൊക്കെ പാടി നല്ലൊരു വൈബ് അടിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ രാവിലെ ഏകദേശം ഞങ്ങൾ അവിടെ എത്താറായി. അപ്പോൾ ഞങ്ങൾ രാവിലെ ചുമ്മാ ഒന്ന് നോക്കിയത് മൊത്തം വയൽ പ്രദേശവും നല്ല ഒരു എന്താ പറയുക, നല്ലൊരു പ്രത്യേക ഒരു നമ്മുടെ കേരളമായിട്ട് നല്ല ഡിഫറൻസ് ഒന്നുമില്ല, ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്ന മുരുടേശ്വരത്തോട്ടാണ്. അപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഇറങ്ങിയത്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വശം ഇതാണ്. ഗാന്ധിധാമം എന്ന ട്രെയിനിലായിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് മുരുടേശ്വരത്താണ് എത്തിയിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കായിരുന്നു ട്രെയിൻ, 4:15 ട്രെയിൻ. അപ്പം കറക്റ്റ് 8 മണിയായപ്പോൾ നമ്മളിവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ബ്ലോഗ് രാജവച്ചേട്ടൻ, യൂട്യൂബ് രാജവച്ചേട്ടനുണ്ട്. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ മുരുടേശ്വരമാണ്. അതുപോലെ തന്നെ കുടജാദ്രി, അങ്ങനെ കുറേ പ്ലാനുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഓക്കെ, ഇനി ഓട്ടോയിലാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഞങ്ങളൊരു 9 പേരുള്ളതുകൊണ്ട് തന്നെ ഒരു 3 ഓട്ടോ പിടിച്ചു. അപ്പോൾ ഏകദേശം ഒരു 60 ആയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ അമ്പലത്തിന് തന്നെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് റൂം എടുക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും നേരെ ഓട്ടോ, അപ്പോൾ ഓട്ടോക്കാരൻ നമുക്ക് റൂം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. നമ്മൾ ഓട്ടോയിലോട്ട് കയറി. നമ്മൾ 2-3 ഓട്ടോ പിടിച്ചു. അപ്പോൾ 9 പേരുണ്ട്. അപ്പോൾ ഞാനുണ്ട്, ഓട്ടോ കണ്ടിട്ടുണ്ട്, വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 60 രൂപയാവും. അവിടെ വരെ ചെല്ലണമെങ്കിൽ 60 രൂപയാവും. അപ്പോൾ നമ്മൾ ഓട്ടോ വരാണ്ട് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി ചെയ്യും. ലക്ഷ്മി നിവാസ് എന്ന് പറഞ്ഞൊരു ലോഡ്ജിലോട്ട് ഫ്രഷപ്പിന് വേണ്ടി വന്നതാണ്. അപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ രാജവച്ചേട്ടനുണ്ട്, ബ്ലോഗർ രാജവച്ചേട്ടനുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുമായിരിക്കും ഇന്നത്തെ ബ്ലോഗിങ്. അപ്പോൾ നമ്മൾ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ കോട്ടയത്തോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോയപ്പോൾ ആദ്യമായിട്ട് കണ്ട ഒരു വ്യൂ ആണിത്. അങ്ങനെ നമ്മൾ അമ്പലം ഒരു ദൂരെ നിന്ന് നമ്മൾ കണ്ടേക്കുവാണ്. നല്ല എക്സൈറ്റ്മെൻറ്റോടെ ആദ്യമായിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പം കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് നമ്മളിവിടെ പോകണമെന്ന്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറേ ടാക്സിയും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ എന്താ നല്ലൊരു ബ്യൂട്ടിയാണ്. നല്ലൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാകാം നമ്മൾ വീഡിയോസിനകത്തൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളൂ. ഇതായിരുന്നു നമ്മുടെ എൻട്രി കേട്ടോ. 2 ആന അപ്പുറം ഇപ്പുറയും നമ്മളെ വരവേൽക്കാൻ നിൽക്കുന്ന പോലെ. നമ്മുടെ അഭിരാജ് ഇവിടെ 2ാമത്തെ പ്രാവശ്യം. അപ്പോൾ അവന് ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. നമ്മൾ അമ്പലത്തിലോട്ട് തൊഴാനുള്ള പ്ലാനിലാണ്. തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് കയറി നേരെ പൊക്കത്ത് പോയി ആ ശിവൻ്റെയും പിന്നെ ആ തൊട്ടടുത്ത ബീച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ ലിഫ്റ്റ് കയറി പൊക്കത്ത് പോയി. അപ്പോൾ അവിടുന്ന് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. അതിന് തൊട്ടിപ്പുറത്ത് ചെല്ലിക്കൂടെ നോക്കുമ്പോൾ നമ്മളെ എപ്പോഴും എല്ലാവരെയും മനസ്സിലെന്താ പറയുക, എല്ലാവരും വീഡിയോ കാണുന്ന ആ ശിവൻ്റെ വലിയ രൂപം. ആ വലിയ രൂപത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് ചെല്ലാം. ഞങ്ങളപ്പോൾ ആ പൊക്കത്തിൽ നിന്ന് ലിഫ്റ്റ് വഴിയാണ് കയറിയത്. അത് വെച്ച് നമ്മൾ ഒന്ന് കണ്ടു. പിന്നെ ഇവിടുന്ന് ഒക്കെ കുറേ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് നേരെ മൂകാംബികയ്ക്ക് ഒരു ടാക്സി പിടിച്ചാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഒരു ഏകദേശം 1800 രൂപ ഒരു ടാക്സി പിടിച്ച് നമ്മൾ പോകുന്നു. എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. ഒത്തിരി നാളത്തെ എല്ലാവരും ആഗ്രഹമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ മൂകാംബികയ്ക്കാണ്. അങ്ങനെ 1 മണിക്കൂർ എടുത്ത യാത്രയ്ക്ക് ശേഷം നമ്മൾ ഈ മൂകാംബികയുടെ എൻട്രി ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പാർട്ട് 2 ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ട് 2 മൂകാംബികയിലെ കാഴ്ചകളാണ്. എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ.